പ്രശസ്തനായ ഒരു അതിഥിയാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. ഗുഡ് മോർണിംഗ് കേരളത്തിൽ. ലക്ഷദ്വീപ് എന്നൊരു ചെറിയ തുരുത്തിനെ നാടിന്റെ ഈ രാജ്യത്തിന്റെ തന്നെ വികസനത്തിന് മറ്റ് പല കാര്യങ്ങൾക്ക് മുൻനിരയിലെത്തിക്കാൻ വേണ്ടി ശക്തമായ മനസ്സോടും കരങ്ങളോടും കൂടി ലക്ഷദ്വീപിന് കിട്ടിയ ഒരു പുതിയ MP, വളരെ ചെറുപ്പക്കാരനായ ഒരു MP, ശ്രീ മുഹമ്മദ് ഫൈസൽ സാറാണ് ഇന്ന് നമ്മളോടൊപ്പം ഗുഡ് മോർണിംഗ് കേരളത്തിൽ അതിഥിയായി എത്തുന്നത്. നമസ്കാരം. നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. ലക്ഷദ്വീപിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇനിയുള്ള അരമണിക്കൂർ നേരം സംസാരിക്കാൻ പോകുന്നത്. ലക്ഷദ്വീപ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കേരളത്തിലെ ആളുകൾക്ക് വളരെ 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 കൗതുകങ്ങൾ നിറച്ചു വെച്ചൊരു ദ്വീപായിട്ടാണ് അവർ കാണുന്നത്. പക്ഷെ അവിടെ ജീവിക്കുന്ന ജനവിഭാഗങ്ങൾ, അവരുടെ ഇഷ്ടങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ, അതൊക്കെ കണ്ടറിയേണ്ട ഒരു നേതാവാണ് അവരുടെ MP. അപ്പോൾ ആദ്യത്തെ എൻ്റെ ചോദ്യം ഇതാണ്: ആ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ താങ്കൾക്ക് പ്രചോദനമായ ഏറ്റവും വലിയ കാര്യം എന്താണ്? തുടക്കം തന്നെ പറയുകയാണെങ്കിൽ ലക്ഷദ്വീപ് ഒരു വേർവിട്ട് കിടക്കുന്ന സ്ഥലമാണ്. കേരളത്തിൽ നിന്ന് തന്നെ ഒരു 220 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് മാറി അറേബ്യൻ കോസ്റ്റിൽ കിടക്കുന്ന ചെറിയ ചെറിയ തുരുത്തുകളാണ്. അപ്പോൾ ലക്ഷദ്വീപിൻ്റെ ആവശ്യങ്ങൾ എന്തായാലും ഏത് കാര്യത്തിനും അത് ഭയങ്കര പ്രാധാന്യം അറിയിക്കുന്ന കാര്യങ്ങളാണ്. അത് വിദ്യാഭ്യാസ രംഗമാവട്ടെ, ആരോഗ്യരംഗമാവട്ടെ, ഗതാഗതമാവട്ടെ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ആവട്ടെ, ഏത് മേഖല എടുത്താലും അത് പരിപോഷിപ്പിച്ചെടുത്ത് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുന്നതാണ്. അപ്പോൾ ഈ രംഗത്തേക്ക് എത്തി എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല എങ്ങനെ എത്തി എന്നുള്ള കാര്യത്തിൽ. പക്ഷേ ചെറുപ്പം മുതൽ സ്റ്റുഡൻസ് ഓർഗനൈസേഷനിലൊക്കെ തന്നെ വളർന്ന കാലത്ത് ലക്ഷദ്വീപ് സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ വിവിധ ഭാരവാഹിത്വം ഏറ്റെടുത്ത് അതിനുശേഷം ഇങ്ങോട്ട് പഠിക്കാൻ കേരളത്തിലേക്ക് വന്നപ്പോഴേക്കും കുറച്ചുകൂടി ഉത്തരവാദിത്വം കൂടിയ സെൻട്രൽ കമ്മിറ്റിയിലേക്കുള്ള ജനറൽ സെക്രട്ടറി ആയിട്ട്, അങ്ങനെ ജനറൽ സെക്രട്ടറി ആയിട്ട് കൂടുതലായിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ എപ്പോഴും ലക്ഷദ്വീപിൻ്റെ വിവിധ പ്രശ്നങ്ങളുമായി കൺഫ്രണ്ട് ചെയ്ത് അതിന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അങ്ങനെ പല ഇഷ്യൂസുമായിട്ട് ഇടപെടുമ്പോഴും ഇപ്പോൾ ലക്ഷദ്വീപിൻ്റെ സാഹചര്യം എന്ന് പറയുമ്പോൾ അവിടുത്തെ ഭരണാധികാരി അല്ലെങ്കിൽ ടോപ്പ് ആയിട്ടുള്ളത്, ഇപ്പോൾ ഇവിടുത്തെ ചീഫ് മിനിസ്റ്റർ ആണെങ്കിൽ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററാണ്. അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ ഹീസ് എ നോമിനി ഓഫ് സെൻട്രൽ ഗവൺമെൻറ്, സെൻട്രലി റൂൾഡ് ഏരിയ ആണ്. അപ്പോൾ പല ഇഷ്യൂസുമായിട്ട് ജനങ്ങളുടെ ആവശ്യങ്ങളുമായിട്ട് ഇങ്ങനെ അഡ്മിനിസ്ട്രേറ്ററെയും വിവിധ അധികാരികളെയും കാണാൻ പോകേണ്ട സാഹചര്യങ്ങളും ആ ജനങ്ങളുടെ ഇഷ്യൂസുകളൊക്കെ എത്തിക്കേണ്ട സ്ഥലത്ത് ഇങ്ങനെ എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഈ കഴിഞ്ഞ 16 ലോകസഭയിലേക്ക് ഒരു സ്ഥാനാർത്ഥിയായി ഞാൻ വരുന്നത്. അപ്പോൾ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ ജനങ്ങളുടെ മനസ്സിലുള്ള ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ലക്ഷദ്വീപ് എവിടെ എത്തി നിൽക്കണമെന്നുള്ള ആ ഒരു പ്രതീക്ഷ എന്നിൽ അർപ്പിച്ച് അങ്ങനെ എന്തൊരു MP ആയി നിൽക്കുകയാണ്. അതൊരു ചെറിയ പ്രതീക്ഷയായിരുന്നില്ല. കാരണം ഇത്തവണത്തെ ഈ MP ആയുള്ള താങ്കളുടെ വിജയം ഒരു അട്ടിമറി വിജയം തന്നെയാണ്. 36 കൊല്ലത്തോളം ലക്ഷദ്വീപിനെ ഭരിച്ച, അല്ലെങ്കിൽ ലക്ഷദ്വീപിന്റെ കാര്യങ്ങൾ പാർലമെന്റിൽ എത്തിച്ച PM സയ്യിദ്, അദ്ദേഹത്തിന്റെ മകൻ, അവരോടുള്ള അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഭരണത്തിൽ നിന്ന് ജനങ്ങൾ ആഗ്രഹിച്ച ഒരു വലിയ മാറ്റം, അതാണ് അവർ താങ്കളിലൂടെ സാധ്യമാക്കിയെടുത്തത്. അപ്പോൾ അതൊരു ചെറിയ ഉത്തരവാദിത്തമായിരുന്നില്ല. NCPയുടെ പ്രതിനിധിയായിട്ട് പാർലമെന്റിൽ എത്തുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ ഒരു തീരുമാനം. അതായത് നമ്മുടെ ജനങ്ങൾക്ക് എന്താണ് ആവശ്യം, അവരുടെ ഏത് മേഖലയാണ് കൂടുതൽ വികസിക്കപ്പെടേണ്ടത്, അവർക്ക് എന്തൊക്കെയാണ് കാര്യങ്ങൾ, ഇത് എത്രത്തോളം കേന്ദ്രത്തിൽ എത്തിക്കാൻ ഇപ്പോൾ വളരെ ചുരുങ്ങിയ സമയമായിട്ടുള്ളൂ. പക്ഷെ എങ്കിലും അതിന്റെ എന്തെങ്കിലും രീതിയിലുള്ള ശ്രമങ്ങൾ, ഒരു തുടക്കം, അവർക്ക് പ്രതീക്ഷയേക്കുന്ന ഒരു തുടക്കം ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അതായത് ധന്യ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലക്ഷദ്വീപ് 36 വർഷം PM സയ്യിദ് സാഹിബിനും ഒരു പൊളിറ്റിക്കൽ ഡൈനാസ്റ്റി തന്നെ ഇങ്ങനെ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പല ഏരിയാസും പല മേഖലകളിലും അത് അർഹിക്കേണ്ട വിധത്തിലുള്ള വികസനം ഇനിയും വന്നിട്ടില്ല. അപ്പോൾ ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുമ്പോട്ട് വച്ച കുറേ വാഗ്ദാനങ്ങളുണ്ടായിരുന്നു ജനങ്ങൾക്ക് മുമ്പ്. ഒന്ന്, ജനങ്ങളുടെ ആരോഗ്യ മേഖലയിലുള്ള പ്രശ്നങ്ങളാണ്. അതായത് അവിടുത്തെ ഇപ്പോഴുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ പരിമിതമായിട്ടുള്ള ഹോസ്പിറ്റൽ ഫെസിലിറ്റീസാണ്. എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള എയിൽമെൻറ്റ്, അതായത് അസുഖങ്ങൾ ബാധിക്കുമ്പോൾ, ഉദാഹരണത്തിന് എന്തെങ്കിലും ഒരു ഗൈനിക് പ്രോബ്ലം വരികയാണ്, പ്രസവ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഹൃദയരോഗ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഇതിനൊക്കെ ലക്ഷദ്വീപിൽ ഇന്നും ചികിത്സ തേടാനുള്ള സൗകര്യങ്ങൾ വളരെ കുറവാണ്.
അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ലക്ഷദ്വീപിൽ നിന്ന് ആ രോഗിയെ വൻകരയിലേക്ക്, അതായത് കൊച്ചിയിലേക്ക് ഹെലികോപ്റ്റർ വഴി ഇവാക്യുവേറ്റ് ചെയ്യേണ്ട സാഹചര്യം വരുന്നു. ഈ ഇവാക്യുവേറ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ ആ രോഗിയുടേതല്ലാത്ത കാരണം കൊണ്ട്, കാരണം അവിടെ സൗകര്യം ഉണ്ടാക്കി കൊടുക്കേണ്ടത് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ്റെ ഉത്തരവാദിത്തമാണ്. അവിടുത്തെ ഹോസ്പിറ്റലുകൾ വികസിപ്പിച്ചെടുക്കുക, അവർക്ക് ആവശ്യമായിട്ടുള്ള ഹോസ്പിറ്റൽ ഫെസിലിറ്റീസും ആരോഗ്യപരമായ കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് അഡ്മിനിസ്ട്രേഷൻ്റെ ഉത്തരവാദിത്തമാണ്. ഈ കഴിഞ്ഞ 36 വർഷത്തോളമായിട്ട് അത് പൂർണ്ണമായിട്ട് ഞാൻ നിഷേധിക്കുന്നില്ല, പക്ഷേ ഡിസൈർഡ് ലെവലിലേക്ക്, നമ്മൾ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. അങ്ങനെ അവരുടേതല്ലാത്ത കാരണം കൊണ്ട് ഇവാക്യുവേറ്റ് ചെയ്യപ്പെടുന്ന രോഗികൾക്ക് മാനസികമായിട്ട് ഭയങ്കര സംഘർഷം ഇന്നും ഞങ്ങൾ കാരണം ഞാനവിടെ ജനിച്ച് വളർന്ന് ജീവിച്ച ഒരാളാണ്. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകേണ്ട സാഹചര്യം വരുമ്പോൾ അവർക്ക് ഒരുപാട് സാമ്പത്തികപരമായ നഷ്ടമുണ്ടാകുന്നുണ്ട്. കൂടുതലായിട്ട് പറയുമ്പോൾ അവരുടേതായിട്ടുള്ള സ്വത്തുക്കൾ തന്നെ പണയം വച്ചിട്ട് അല്ലെങ്കിൽ കടം വാങ്ങി ഇതിനു വേണ്ടി വന്ന് 3-4 ലക്ഷം രൂപ ചിലവാക്കേണ്ട സാഹചര്യങ്ങളാണ്. എനിക്ക് തോന്നുന്നു ചികിത്സയേക്കാൾ ഉപരി ആ ട്രാൻസ്പോർട്ടേഷൻ തന്നെ അല്ല, ഈവൻ ഇത് ട്രാൻസ്പോർട്ടേഷൻ തന്നെ വരുന്നതല്ല, ഈ ഹെലികോപ്റ്ററിൽ വരുന്നതുകൊണ്ട് രോഗികളുടെ ആ രീതിയിലാണ് ഇവാക്വേഷൻ. പക്ഷെ അങ്ങനെ വന്ന് ചികിത്സിച്ച് പോകുമ്പോഴേക്കും ഒന്ന് ആ മാനസികമായിട്ടുള്ള ചികിത്സക്ക് ഉള്ള ബുദ്ധിമുട്ടുകളും പിന്നെ സാമ്പത്തികമായ ബാധ്യതയും, ഇത് എന്തായാലും ഇതൊരു മാറ്റം തീർച്ചയായിട്ടും വരണം. ഹോസ്പിറ്റൽ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ്, ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരുന്നതിന് മുമ്പ് ഇങ്ങനെ പോകുന്ന രോഗികൾക്ക് ഒരു ശാശ്വതമായിട്ടുള്ളൊരു ആശ്വാസം കൊണ്ടുവരേണ്ടത് ആവശ്യമാണെന്ന് മനസ്സിലാക്കി ഇലക്ഷൻ ക്യാമ്പയിൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളൊരു അവസരം തരികയാണെങ്കിൽ ഈ പ്രാവശ്യം ലക്ഷദ്വീപിലെ മുഴുവൻ ജനങ്ങളെയും സമ്പൂർണ്ണമായിട്ടുള്ള ആരോഗ്യ പരിരക്ഷയുടെ കീഴിൽ കോംപ്രഹെൻസീവ് ഇൻഷുറൻസ് പോളിസിയിൽ കൊണ്ടുവന്നുകൊണ്ട് ഇങ്ങനെയുള്ള മാനസിക സംഘർഷം മാറ്റിത്തരാനുള്ള എല്ലാ ശ്രമവും ഞാൻ നടത്തുമെന്നുള്ള ഒരു വാഗ്ദാനം കൊടുത്തായിരുന്നു. അതിനോടനുബന്ധിച്ച് വിജയിച്ച് എൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് സത്യപ്രതിജ്ഞ കഴിഞ്ഞ ഉടനെ തന്നെ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന് ഇത് സംബന്ധമായിട്ടൊരു കോംപ്രഹെൻസീവ് പ്രപ്പോസൽ കൊടുത്തു. അത് വളരെ ആക്റ്റീവായിട്ട് അഡ്മിനിസ്ട്രേഷൻ ചെയ്തു. അതിന് അഡ്മിനിസ്ട്രേഷന് വളരെയധികം ഞാൻ എൻ്റെ പ്രത്യേകം നന്ദി പറയുകയാണ്. അത് ഇന്ന് അത് പ്രീ ബിഡ് മീറ്റിംഗ് അടക്കം കഴിഞ്ഞ് ഇപ്പോൾ ബിഡ് സ്റ്റേജിൽ നിൽക്കുകയാണ്. പബ്ലിക് സെക്ടർ ഇൻഷുറൻസ് കമ്പനികൾ ഇൻഷുറൻസ് പോളിസി ഇതിന് വേണ്ടിയിട്ട് ടെൻഡർ കോട്ട് ചെയ്യാനുള്ള സ്റ്റേജിലാണ്. അതിൻ്റെ ഫുൾ, അതായത് ഇവാക്വേഷൻ മുതൽ ഹെലികോപ്റ്ററിൻ്റെ ഈവൻ ഒരു പേഷ്യൻറ്റും അതിൻ്റെ 2 എസ്കോർട്ടും ഇവാക്വേറ്റ് ചെയ്യുന്നത് മുതൽ ഈ ഇൻഷുറൻസ് കവറേജ് വരികയാണ്. ഓരോ കുടുംബത്തിനും ഒരു സ്മാർട്ട് കാർഡ് ഇഷ്യൂ ചെയ്യാൻ പോവാം. മിനിമം 3.5 lakh റുപ്പി വാല്യൂ ഒരു വർഷത്തേക്ക് ഓരോ കുടുംബത്തിനും ഈ ഇൻഷുറൻസ് പദ്ധതിയിലൂടെ കിട്ടാൻ പോവുകയാണ്. കേരളത്തിലുള്ള, അതായത് എസ്പെഷ്യലി കൊച്ചി, കാലിക്കറ്റ്, മാംഗ്ലൂർ, ഇത് 3 ഡിസിപ്ലിനുമുള്ള, അതായത് ആയുർവേദം, അലോപ്പതി, ഹോമിയോപ്പതി ഹോസ്പിറ്റലുകൾ, പാനൽ ചെയ്ത ഹോസ്പിറ്റലുകളിലേക്ക് ചികിത്സ നടത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രോസസ്സും, ടെൻഡർ പ്രോസസ്സ് കഴിഞ്ഞിരിക്കുകയാണ്. അത് വളരെ സന്തോഷം തോന്നുന്നൊരു കാര്യമാണ്. കാരണം അത്രക്കും ജനങ്ങൾ ഭയങ്കര മാനസികമായി ഭയങ്കര സംഘർഷം അനുഭവിക്കുന്ന ഒരു മേഖല. തീർച്ചയായും, അല്ലെങ്കിലും ആരോഗ്യമുള്ള ഒരു ജനതയിലാണല്ലോ മറ്റെന്ത് മാറ്റങ്ങളും മറ്റെന്ത് വികസനവും നമുക്ക് നടത്താൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ അവിടുത്തെ ഒരു കൾച്ചർ, അതിൻ്റെ ഒരു സംസ്കാരം, നമ്മൾ ഈ മണ്ണ് അറിഞ്ഞു വേണം വിത്തെറിയാൻ എന്ന് പറഞ്ഞതുപോലെ ആ സംസ്കാരത്തിൽ അവരുടെ കൾച്ചറിൽ എന്താണോ ഉള്ളത് അതിനെയാണല്ലോ നമുക്ക് പരിപോഷിപ്പിക്കാൻ പറ്റും. അപ്പൊ അത് എങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നു? എന്താണ് അവിടെയുള്ള ജനങ്ങളുടെ ഒരു സംസ്കാരം, അവരുടെ ഒരു രീതികൾ, അവരുടെ ദൈനംദിന കാര്യങ്ങൾ, അവരുടെ ഒരു മെന്റൽ സ്റ്റേറ്റസ്, അതൊക്കെ വളരെ, എനിക്ക് തോന്നുന്നു അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് മനസ്സിലാക്കാൻ കുറെ കൂടി സാധിച്ചിട്ടുണ്ടാവും. കാരണം അത്ര ചെറിയൊരു പോപ്പുലേഷൻ ആണല്ലോ അവിടെ ഉള്ളത്. ശരിയാണ്. ഇപ്പോൾ ലക്ഷദ്വീപ് മറ്റിതര പ്രദേശങ്ങളുമായിട്ട്, അതായത് വേറെ ഇപ്പോൾ കോൺസ്റ്റിറ്റ്യുവൻസി ആയിട്ട് വ്യത്യസ്തപ്പെട്ട് കിടക്കുന്നത് ഒരു അറബിക്കടലിൽ ഇങ്ങനെ പടർന്നു കിടക്കുന്ന ദ്വീപുകളാണ്. അപ്പോൾ ഒരു ദ്വീപിൽ ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തി തീർച്ചയായിട്ടും തിരിച്ചറിഞ്ഞിരിക്കും. ഇയാൾ ഇന്ന വീട്ടിലെ ആളാണ്, ഇന്ന അച്ഛൻ്റെ മകനാണ്, ഇതാളുടെ അമ്മ, ജ്യേഷ്ഠൻ, അനിയന്മാർ, ഒരു ഫാമിലി ഡീറ്റെയിൽസ് പരസ്പരം വളരെ ക്ലോസ് ആയിട്ട് അറിയുന്ന. അതുമാത്രമല്ല, ജനങ്ങൾ ലക്ഷദ്വീപുകാർ എന്ന് പറയുമ്പോൾ ആതിഥേയ മര്യാദ, അതായത് ഇപ്പോൾ ഉദാഹരണം ധന്യ ലക്ഷദ്വീപിലേക്ക് വരികയാണ്. ധന്യക്ക് ഇപ്പോൾ എന്നെ മാത്രമേ പരിചയമുള്ളൂ. ധന്യ ആന്ധ്രോദ്വീപിലേക്ക് വരികയാണെങ്കിൽ ഇപ്പം എന്നെ കാണുന്നതിന് മുമ്പ് ചിലപ്പോൾ എന്നെക്കുറിച്ച് ചോദിക്കാനോ എന്തെങ്കിലും ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ കയറിയില്ലെങ്കിലും ഇങ്ങനെ ഫൈസലിനെ അറിയോ, ഫൈസലിനെ അറിയാൻ വീട്ടിലേക്ക് വന്ന് ചായ കുടിച്ചിട്ട് പോവാം.
അത്രയ്ക്കും ആതിഥേയ മര്യാദയുള്ള ഒരു ദ്വീപ് ആൾക്കാരാണ് ലക്ഷദ്വീപ്. അവർ വളരെ എന്താ പറയുക, ഇന്നസെൻറ്റ് പീപ്പിൾ, കളങ്കമില്ലാത്തവരാണ്, വളരെ ട്രാൻസ്പെറൻ്റാണ്. അപ്പോൾ അവർക്ക് ലക്ഷദ്വീപ് അവരുടെ ആഗ്രഹങ്ങളൊക്കെ വലിയ മണിമാണികളൊന്നും വേണമെന്നില്ല. അവർക്ക് ഒരു സ്നേഹത്തോടുള്ളൊരു പെരുമാറ്റവും അവരുടെ അത്യാവശ്യമായുള്ള കാര്യങ്ങൾക്ക് ഇടപെടലുകൾ നടത്തി അവരുടെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ ഇപ്പോൾ എല്ലാവരുടെയും ഒരു ചെറിയ ആഗ്രഹമാണ്, എല്ലാവർക്കും ഉള്ളതാണ്, അവരുടെ വീട്ടിൽ ഒരു ആന്തരിക ഒരു പെൺകുട്ടിക്കെങ്കിലും ഒരു ജോലി ഉണ്ടാക്കി കൊടുക്കുക, അവസരങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ഓരോ വീട്ടിലും ഇപ്പോൾ ലക്ഷദ്വീപിലെ എല്ലാ വീടുകളും ഞാൻ കയറിയ വ്യക്തിയാണ്. അവൻ നടന്നു കയറിയ ആളാണ് ക്യാമ്പിൽ. ഒരൊറ്റ വീടും ഞാൻ കയറാത്ത വീട് ലക്ഷദ്വീപിലില്ല. എല്ലാ വീടുകളും ഞാൻ കയറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കയറുന്നതിൽ ചെല്ലുന്തോളും അവരുടെ മനസ്സിൽ എന്താണ് ഉള്ളത്, അവരുടെ വേവലാതികൾ എന്താണ്, അതൊക്കെ ശരിക്ക് ഞാൻ അവിടുത്തെ കാര്യം തന്നെ എനിക്ക് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ അവരുടെ മനസ്സിലുള്ള വികാരങ്ങൾ എനിക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവരുടെ ഒരു മൂത്തോനായി അവരുടെ എല്ലാവരുടെയും ഇടയിൽ അല്ലേ ഈ മൂത്തോൻ എന്ന വാക്ക് ശരിക്കും ഞാൻ ഈ സ്റ്റുഡൻറ് യൂണിയൻ ലീഡർ ആ സമയത്ത്, അപ്പോൾ പലപ്പോഴും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഞാൻ MBA കഴിഞ്ഞ്, അപ്പോൾ താഴെ അന്യന്മാരൊക്കെ വിളിക്കുക റെസ്പെക്ട്ഫുള്ളി മൂത്തോന്ന. അപ്പോൾ അന്ന് ശരിക്ക് പല ഇഷ്യൂസിനും അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ പിന്നെ എഡ്യൂക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള പല ഇഷ്യൂസ് വരുമ്പോൾ മൂത്തോൻ എന്ന് വിളിച്ചുള്ള അന്വേഷണം ക്യാമ്പയിൻ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ ആ മൂത്തോൻ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തു. അവിടുത്തെ ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്, അവിടുത്തെ സ്ത്രീകളുടെ പാചക വൈദഗ്ധ്യത്തെ പറ്റിയൊക്കെ. അപ്പോൾ ഇപ്പൊ നമുക്ക് നോമ്പുകാലാണ്, അപ്പോൾ അവിടുത്തെ നോമ്പുകാല വിശേഷങ്ങൾ, നോമ്പുകാല വിഭവങ്ങൾ അതൊക്കെ എങ്ങനെയാണ്? വളരെ അത് പറഞ്ഞാൽ തീരാത്ത സംഭവങ്ങൾ. അത്രയ്ക്കും നല്ല ഒരു സോഷ്യൽ ഒരു ഗ്യാതറിംഗ് മാതിരിയാണ് വീടുകളിലേക്ക്. അതായത് പരസ്പരം കുടുംബങ്ങൾ തമ്മിൽ തന്നെ ബന്ധങ്ങൾ കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നു. ഒരു വീടിൽ നിന്ന് മറ്റു വീട്ടിലേക്ക് നോമ്പ് തുറ പരിപാടികൾ ക്ഷണിക്കൽ, ഇഫ്താർ പരിപാടികൾ, വിവിധ തരത്തിലുള്ള വൈഭവങ്ങൾ, പലഹാരങ്ങൾ ഉണ്ടാക്കുക. പെണ്ണുങ്ങളൊക്കെ പിന്നെ അതിന്റെ തിരക്ക് തന്നെയായിരിക്കും. നമ്മൾ ആദ്യം ഒരു ഇതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ അതിനെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ അത് എനിക്ക് തോന്നുന്നു ടൂറിസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വലിയ കാര്യമാണ്. പുറത്തുനിന്നുള്ള അല്ലെങ്കിൽ അവിടത്തേക്കുള്ള ഒരു റവന്യൂവിന്റെ ഒരു പ്രധാന സ്രോതസ് എന്ന് പറയാവുന്നത് ടൂറിസം തന്നെയാണ്. ടൂറിസത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ എത്രത്തോളം ശ്രദ്ധ ഈ കുറഞ്ഞ സമയം കൊണ്ട് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൽ വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ചൊരു ധാരണ ഫൈസലിനുണ്ട്? ഈ ലക്ഷദ്വീപിൽ ഇപ്പോൾ ടൂറിസം മേഖല കൺട്രോൾഡ് ടൂറിസമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഞങ്ങൾക്കിപ്പോൾ ലക്ഷദ്വീപിൻ്റെ പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള ടൂറിസമേ കൊണ്ടുപോകാൻ പോകുള്ളൂ. ഇറ്റ്സ് എ സ്മോൾ പ്ലേസ്. അപ്പോൾ അവിടേക്ക് യോജിക്കുന്ന രീതിയിലുള്ള ടൂറിസമാണ് ഞങ്ങൾക്ക് കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു റിസോർട്ട് വരികയാണെങ്കിൽ ആ റിസോർട്ട് ഓണറിന് സ്വന്തമായിട്ട്, അതായത് ലക്ഷദ്വീപിൽ റിസർവ്ഡ് വാട്ടർ, കാരണം ഈ ഭൂമിയകത്തുള്ള ആ ശുദ്ധ കടൽ മൊത്തം കടൽ ചുറ്റിക്കിടക്കുകയാണ്, അതിൻ്റെ സെൻട്രലിലാണ് ഞങ്ങൾ ഈ ശുദ്ധവെള്ളം സംഭരണം. അത് വളരെ ലിമിറ്റഡ് റിസോഴ്സാണ്. ഈ ടൂറിസം വരുന്ന അവസരത്തിൽ ഈ വെള്ളം ഉപയോഗിച്ച് ദ്വീപുകാർ ഉപയോഗിക്കേണ്ട വെള്ളം ഒരു എൻ്റർടൈൻമെൻറ്റിനോ ഒരു എക്സ്പോഷർ അല്ലെങ്കിൽ വേറെയുള്ള കൊടുക്കുന്ന സാഹചര്യത്തിൽ നിന്ന് മാറി ആ റിസോർട്ട് ഓണർ ഹി ഷുഡ് ഫൈൻഡ് ഹിംസെൽഫ് ദാറ്റ് അയാൾക്ക് അയാളതായിട്ടുള്ള RO പ്ലാന്റ് അല്ലെങ്കിൽ ഒരു ഡീസാലിനേഷൻ പ്ലാന്റ് അവിടുത്തെ കടൽ വെള്ളം ശുദ്ധീകരിച്ചുകൊണ്ട് റിസോർട്ട് ഉപയോഗിക്കുക. അവർക്ക് ആവശ്യമായിട്ടുള്ള ഇലക്ട്രിസിറ്റി അവർ തന്നെ സ്വന്തം കണ്ടെത്തുക. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു ഹൈ വാല്യൂ ലോ വാല്യൂ ഹൈ എൻഡ്. എന്ന് പറഞ്ഞാൽ വി ആർ അഗെയിൻസ്റ്റ് ഗോവ. ഗോവയിലാകുമ്പോൾ നിങ്ങൾ പോകുമ്പോൾ ഭയങ്കര ക്രൗഡും അവിടെ എപ്പോഴും ഭയങ്കര എൻവയറമെൻ്റൽ മാനേജ്മെൻറ്റും എല്ലാം ഉണ്ട്. പക്ഷെ ആ രീതിയിലുള്ള ടൂറിസം അല്ല. അതിന് മുന്നോടിയായിട്ട് ലക്ഷദ്വീപിൽ ഇതുവരെ ഒരു പോളിസി ഉണ്ടാക്കിയിട്ടില്ല ടൂറിസത്തിന്. അപ്പോൾ ഒരാളെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ അട്രാക്റ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പാർട്ട് ഫ്രം ഗവൺമെൻറ് സെക്ടർ പ്രൈവറ്റ് റിസോർട്ട്സ് വരികയാണെങ്കിൽ തന്നെ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റർക്ക് അട്രാക്റ്റീവ് ആകുന്ന ഒരു പോളിസി വേണം. ആ പോളിസി ഇല്ലെങ്കിൽ ഒരിക്കലും ഒരു ഇൻവെസ്റ്ററെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നോണം അഡ്മിനിസ്ട്രേഷന് ഒരു റിക്വസ്റ്റ് ഒരു പ്രപ്പോസൽ കൊടുത്തു. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ ഇസ് മേക്കിംഗ് എ കോംപ്രിഹെൻസീവ് ഒരു പോളിസി ടൂറിസത്തിൻ്റെ. ആ പോളിസി വിത്തിൻ 1 month നിലയിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി അഗത്തി ദ്വീപിൽ ഒരു പ്രൈവറ്റ് ബീച്ച് റിസോർട്ടിന് വേണ്ടിയിട്ട് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ നോട്ടിഫിക്കേഷൻ ഇറക്കി ലക്ഷദ്വീപുകാരായ എൻ്റർപ്രണറിൽ നിന്നുണ്ട്. അങ്ങനെ ഒരു 9 പ്രപ്പോസൽ ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനെ
അതിനോടനുബന്ധിച്ച് ചെറിയ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ സെറ്റ് റൈറ്റ് ചെയ്ത് കൊണ്ടുവന്നു. അതിൻ്റെ ഒരു ഈ തീരദേശ നിയമം ഉണ്ടല്ലോ, CRZ ഇഷ്യൂ, അതാണ് ഏറ്റവും ലക്ഷദ്വീപിൽ ഇപ്പോൾ ഭയങ്കര പ്രശ്നമായി കിടക്കുന്നത്. അത് 50 മീറ്റർ ആയിരുന്നു. അത് ഈ സുപ്രീം കോടതി ഒരു കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റിയുടെ സ്റ്റഡിൻ്റെ മൂലമായി അത് 20 മീറ്ററായി കുറച്ച് സുപ്രീം കോടതിന് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ദാറ്റ് ആ ഒരു പ്രശ്നം തീർന്ന് ഇനി അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ അല്ല ഒക്കുപ്പൻസിയിലേക്ക് വരാൻ പോവാം. അപ്പോൾ ഒരു പോളിസി ആദ്യം ഉണ്ടാക്കേണ്ടത് ഏറ്റവും വലിയ ആവശ്യമാണ്. അങ്ങനെ അഡ്മിനിസ്ട്രേഷൻ ആ പോളിസി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വിത്തിൻ എ മന്ത് ഓഫ് ടൈം, അല്ലെങ്കിൽ ഈ മൺസൂൺ കഴിഞ്ഞ് സെപ്റ്റംബർ കഴിയുമ്പോഴേക്കും റിസോർട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷ. ഈ റിസോർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിലൂടെ ഞാൻ കാണുന്നത് അവിടുത്തെ ചെറുപ്പക്കാർക്ക് തൊഴിലവസരമാണ്. തീർച്ചയായും അത് സ്റ്റാർട്ടിങ് ഫ്രം എഡ്യൂക്കേഷൻ, അഭ്യസ്തവിദ്യരായവരിൽ നിന്ന് തന്നെ തുടങ്ങി താഴോട്ട് വരെയുള്ള ഈവൻ ഒരു സ്വീപ്പർ ലെവൽ വരെ ലക്ഷദ്വീപുകാരായ ജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ കിട്ടാനുള്ള മേഖലയാണ് ടൂറിസം. ഏറ്റവും എനിക്ക് അതും കൂടെ പോളിസിയിൽ ഉൾപ്പെടുത്തിയാൽ കുറേ കൂടെ നല്ലത്. തീർച്ചയായിട്ടും അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതായിരിക്കും. ലക്ഷദ്വീപുകാർക്ക് എംപ്ലോയ്മെൻറ്റ് ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സ് അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള രീതിയിലുള്ള ഒരു പോളിസിയാണ് കൊണ്ടുവരാൻ പോകുന്നത്. എന്തായാലും നമ്മൾ സംസാരത്തിനിടയിൽ പറയേണ്ടുന്ന മറ്റൊരു കാര്യം, സാധാരണഗതിയിൽ ജനപ്രതിനിധികളെ പറയുന്നത് ജനങ്ങളുടെ എല്ലാ സ്ട്രാറ്റയിലും പെട്ടിട്ടുള്ള ജനങ്ങളുടെ ഒരു പ്രതിനിധിയായിട്ടാണല്ലോ. അപ്പൊ അതിലെ എല്ലാതരം സ്വഭാവക്കാരും ഉണ്ടാവും. അവരെയൊക്കെ പ്രതിനിധീകരിക്കാൻ പറ്റുന്ന ഒരാളായിട്ടാണ് നമ്മളൊരു ജനപ്രതിനിധിയെ കാണുന്നത്. എന്റെ മുമ്പിലിരിക്കുന്ന ഈ ജനപ്രതിനിധി നല്ല ജനകീയനായ, നല്ല അസൽ പാട്ടുകാരനായ ഒരു MP ആണെന്ന് എനിക്കറിയാം. പ്രേക്ഷകരിൽ പലർക്കും അറിയുന്നുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള ഒരു പാട്ടുകാരനെ എന്റെ മുന്നിൽ കിട്ടിയിട്ട് എന്തുകൊണ്ട് ഞാനൊരു പാട്ട് പാടിക്കുന്നില്ല എന്ന ആളുകൾക്ക് തോന്നാനും സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഈ സംസാരത്തിന്റെ ഒരു സന്തോഷത്തിനിടയിൽ വളരെ ഇഷ്ടപ്പെട്ട ഒരു 2 വരി. പാട്ടൊക്കെ പണ്ട് പഠിക്കുമ്പോൾ പാടാറുണ്ടായിരുന്നു. കാരണം അത് പഠിക്കുമ്പോൾ പാടിയിട്ടുണ്ടാവണം. കാരണം ആ കാലഘട്ടത്തിലൊക്കെ ഈ നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ കുട്ടി നേതാക്കന്മാർക്ക് കുട്ടികളുടെ ഇടയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ട ഏറ്റവും ആദ്യത്തെ കാര്യം പാട്ടാണ്, പിന്നെ പ്രസംഗിക്കാൻ. അങ്ങനെ പാട്ടൊക്കെ ഇപ്പം മറന്നു തുടങ്ങിയതാണ്. കൂടുതലായിട്ട് ഇങ്ങനെ പ്രസംഗങ്ങളും കാര്യങ്ങളും ഇടപെടുന്നത്. അപ്പോൾ തന്നെ പറഞ്ഞ ഇപ്പോൾ 2 പാടേണ്ട കഴിയല്ലോ. ഇപ്പോൾ റംസാൻ ആയതുകൊണ്ട് ഞാൻ 2 നാത്തെ ഷെരീഫ് എന്നിട്ട് ഉറുദു 2 പേര് പാടും. मीठा मीठा है मेरे मोहम्मद का नाम, मीठा मीठा है मेरे मोहम्मद का नाम, उन पे लाखों करोड़ों दरूदो सलाम, मुस्तफा जाने रहमत पे लाखों सलाम, शम्ए बज़ में हिदायत पे लाखों सलाम. ശരിക്കും ലക്ഷദ്വീപിന് ഒരു തനത് കൾച്ചർ എന്ന് പറയുകയാണെങ്കിൽ അവിടുത്തെ ഒരു കലാ സാംസ്കാരിക മേഖലയെ പറ്റിയൊക്കെ എന്താണ് താങ്കളുടെ ഒരു അഭിപ്രായം? കാരണം അവിടുത്തെ ആളുകൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കലാകാരന്മാർ, എഴുത്തുകാർ അങ്ങനെ വരാനുള്ള സാധ്യത, ആ മേഖലയിലേക്കൊക്കെ വരാനുള്ള ജനങ്ങളുടെ സാധ്യതകൾ എത്രത്തോളമൊക്കെയാണ്? തീർച്ചയായിട്ടും അത് കലാ സാംസ്കാരിക മേഖല എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ലക്ഷദ്വീപിൽ ഇപ്പോൾ അവിടെ പഴയ നമ്മുടെ കാരണന്മാരുടെ തലമുറ ചിലപ്പോൾ പല മീഡിയത്തിലും ചിലപ്പോൾ ധന്യ കേട്ടിട്ടുണ്ടാവും. AI മുത്തുകാത്തങ്ങൾ, അദ്ദേഹം ഒരു സൂഫി വര്യനാണ്, അതുപോലെ തന്നെ നല്ല കവിയുമാണ്. അവിടെ ഈ യൂസഫ് നബീനെ കുറിച്ചുള്ള ഒരു യൂസഫ് കിസ്സ അദ്ദേഹം രചിച്ചാണ്. അത് ഇറ്റ്സ് എ വണ്ടർഫുൾ. അത് അന്നത്തെ കാലത്ത് ആ ഒരു മീഡിയത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പബ്ലിസിറ്റിയിലേക്ക് വരാത്തത് കൊണ്ടുള്ള അറിയാതെ പോയ ഒരു സംഭവമാണ്. പക്ഷെ അതൊക്കെ അന്നത്തെ ആൾക്കാർ, ഞാനൊക്കെ അത്ഭുതപ്പെട്ടതാ. അദ്ദേഹം ഈ നജ്റാൻ എന്ന സ്ഥലത്തേക്ക് പോയി വിസിറ്റ് ചെയ്ത് അവിടുത്തെ ചരിത്രങ്ങൾ അങ്ങ് ഒപ്പിയെടുത്ത് എഴുതിയ ഒരു കവിതാ സമാഹാരമാണ് യൂസുഫ് നബീൻ്റെ ചരിത്രത്തെക്കുറിച്ച്. അങ്ങനെ പഴയ ആൾക്കാർ പലതും ഈ പരസ്പരം മത്സര രീതിയിൽ തന്നെ പാട്ടുകൾ രചിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കല്യാണ സമയത്ത് തന്നെ
പരസ്പരം ഓൺ ദ സ്പോട്ട്, അതായത് സ്പോണ്ടേനിയസ് ആയിട്ട് പാട്ട് രചിച്ചുകൊണ്ടുള്ള മത്സരങ്ങൾ. ആ രീതിയിൽ അതിപ്പോൾ ഫോളോ ചെയ്ത് വന്നിപ്പോൾ ഇങ്ങനെ ഡോലിപ്പാട്ട്, അങ്ങനെ ഒപ്പന, ആ രീതിയിലേക്ക് ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ശരിക്ക് കലാസാംസ്കാരിക ഇതിൽ വളരെയധികം മുമ്പോട്ട് തന്നെയാണ് ലക്ഷദ്വീപ്. ഇവിടുന്ന് ഇന്ത്യ വിഷൻ്റെ ഒരു ടീം തന്നെ കഴിഞ്ഞ ഡിസംബറിലാണ് വന്നു. ഞങ്ങളുടെ ഒരു മിനിക്കോയ് ഐലൻഡ് ഉണ്ട്, അവിടെ മിനിക്കോയ് ഐലൻഡിലെ മിനിക്കോയ് ഫെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു നാഷണൽ ഇവൻ്റായിപ്പോൾ. ആ മിനിക്കോയ് ഫെസ്റ്റിലേക്ക് ഇന്ത്യ വിഷൻ്റെ ടീമൊക്കെ പോയിരുന്നു. അവിടെയും ഭയങ്കര മിനിക്കോയ് എന്ന് പറഞ്ഞാൽ റിച്ച് കൾച്ചറാണ്. ഓരോ കാര്യത്തിനും അവരുടേതായിട്ടുള്ള കൾച്ചറുണ്ട്. വില്ലേജ് സിസ്റ്റം, അവിടെ തീരുമാനിക്കേണ്ട കാര്യങ്ങൾ, മൂപ്പൻസ്, അങ്ങനെ പല ഒരു വെറൈറ്റിയാണ്. അങ്ങനെ ഓരോ ദ്വീപിലും അതിൻ്റേതായ ഒരു ട്രഡീഷണൽ മെത്തേഡ്. ഡിഗ്നിറ്ററീസ്, ചീഫ് ഗസ്റ്റിനൊക്കെ വരുമ്പോൾ അവരെ റിസീവ് ചെയ്യുന്ന രീതി, പരിശക്കളികൾ, കോൽക്കളികൾ, അതൊക്കെ ഇപ്പോഴും നല്ല രീതിയിൽ നടക്കുന്നു. കലാ അക്കാദമിയുടെ ഒരു ഓഫീസ് വിങ് തന്നെ ഫംഗ്ഷൻ ചെയ്യുന്നു. അതൊക്കെ ഇങ്ങനെ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നാടിന്റെ വികസനത്തിന് അല്ലെങ്കിൽ വളർച്ചയ്ക്ക്, അല്ലെങ്കിൽ ആ നാട് മറ്റുള്ളവരുടെ മുമ്പിൽ തലയുയർത്തി നിൽക്കാൻ വേണ്ട കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് അവരുടെ കമ്മ്യൂണിക്കേഷൻ, വിദ്യാഭ്യാസ മേഖല. അതിൽ എത്രത്തോളം ഇനിയും മുന്നോട്ട് പോകാനുണ്ട് ലക്ഷദ്വീപിന്? കമ്മ്യൂണിക്കേഷൻ, അതായത് ലക്ഷദ്വീപ് അതിൻ്റെ പരിമിതി എന്ന് പറയുന്നത് എൻ്റെ ഐസൊലേഷൻ തന്നെയാണ്. ഒരു ദ്വീപും ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശം തന്നെ. ഈ ദ്വീപുകൾ തമ്മിലുള്ള അന്തരം, ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ IT മേഖലയ്ക്ക് സാധിക്കുകയുള്ളൂ. ഇപ്പം ഇന്നുള്ള സാഹചര്യത്തിൽ പഴഞ്ചൻ രീതിയിലുള്ള, അതായത് വളരെ ഒരു ഔട്ട്ലിവ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിന്ന് കവർ ചെയ്തെടുക്കുക, കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രപ്പോസൽ ഇറ്റ് ഈസ് ഇൻ ദ പൈപ്പ് ലൈൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് വിത്ത് ഈ മിഷൻ ടീം ലക്ഷദ്വീപിൻ്റെ ഇതിൽ തന്നെ. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് ലക്ഷദ്വീപിൻ്റെ അകത്ത്, അതായത് ഇൻട്രാ ഐലൻഡ് ഓപ്റ്റിക്കൽ ഫൈബർ കാബിളിംഗ്. ഇപ്പോൾ ഉള്ളത് പഴയ കോപ്പർ ട്വിസ്റ്റഡ് സംഭവങ്ങളാണ്. അപ്പോൾ അതിലേക്ക് കൊണ്ടുവന്ന് ഏത് സബ്മറൈൻ ഒപ്റ്റിക്കൽ ഫൈബർ കണക്ട് ചെയ്താലും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നോളം ഇൻട്രാ ഐലൻഡ് ഒപ്റ്റിക്കൽ ഫൈബർ കാബിളിംഗ്. അത് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളതിനേക്കാളും 80,000 ടൈംസ് നമുക്ക് ഫാസ്റ്റായിട്ട് ഡാറ്റാസ് മൂവ് ചെയ്യാൻ കഴിയും. എല്ലാം ലൈറ്റ് എമിഷനാണുള്ള ഒപ്റ്റിക്കൽ ഫൈബർ. പിന്നെ ഉള്ളത് അവിടെ ഇപ്പോൾ ശരിക്കുള്ള ഒരു നെറ്റ്വർക്ക് പ്രൊവൈഡർ BSNL ആണ്. BSNLും അതിൻ്റെതായ പരിമിതികളുണ്ട്. കാരണം ബാൻഡ് വിഡ്ത്ത് കുറവാണ്. ഇനി ബാൻഡ് വിഡ്ത്ത് കൂട്ടണമെങ്കിൽ ISROയിൽ നിന്ന് കൂടുതൽ പണം അടച്ചുകൊണ്ട് കൊണ്ടുവരണം. ആ പണം അടച്ചാൽ തന്നെ BSNLന് അത് റിക്കവർ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടോ എന്നുള്ള ഫീസിബിലിറ്റി ഇല്ല. വൺ വേ ISRO ആയിട്ട് റിലാക്സേഷൻ വാങ്ങുക. സെക്കൻഡ് വേ ഈ മിഷൻ ടീമിൻ്റെ ആ ഒരു പുതിയ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് ഓഫീസ് ഓട്ടോമേഷനും അറ്റ് ദ ടൈം പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള ഇൻ്റർഫേസും കൂടി കൊണ്ടുവരാനുള്ള, അതായത് ബേസ് ടെർമിനൽ വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും അതിന്റെ ഒരു മൂവിലാണ് അല്ലേ? നമ്മൾ സംസാരിക്കുമ്പോൾ അതെല്ലാം ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. എന്തായാലും ഇനിയും അവരുടെ ജനകീയനായിട്ടുള്ള MP-ക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. എന്റെ സമയപരിമിതി മൂലം മാത്രം ഞാൻ ഇപ്പോൾ തൽക്കാലം നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഇനിയും നമ്മൾ വിശേഷങ്ങളുമായിട്ട് കാണും. എന്തായാലും റംസാൻ സമയമാണ്. താങ്കൾക്കും താങ്കളുടെ ദ്വീപിനും ഞങ്ങളുടെ എല്ലാവിധ റംസാൻ ആശംസകളും നേരുന്നു. വളരെ നല്ല രീതിയിൽ ഇനിയും ഈ ഒരു ദ്വീപിനെ മുന്നോട്ട് കൊണ്ടുവരാൻ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും ഈശ്വരന്റെ അനുഗ്രഹവും ജനങ്ങളുടെ സപ്പോർട്ടും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആൻഡ് താങ്ക് യു വെരി മച്ച് ഫോർ ദിസ്. ഗുഡ് മോർണിംഗ് കേരളത്തിൽ ഇടവേളയാണ്. ശേഷം വാർത്തകളിലേക്ക്.